തീർച്ചയായിട്ടും അതെ. LDF ആണെങ്കിലും UDF ആണെങ്കിലും അവരുടെ ഇത്രയും നാളത്തെ രാഷ്ട്രീയം നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഉയർത്തിയിരുന്ന മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ ഹമാസിന് അനുകൂലമായിട്ടുള്ളതായിരുന്നു. അല്ലെങ്കിൽ ദേശവിരുദ്ധ സംഘടനകളോടൊപ്പമാണ് LDF-ഉം UDF-ഉം എന്നും നിലനിന്നിട്ടുള്ളത്. അതേ ഒരു സാഹചര്യം തന്നെയായിരിക്കും നിലമ്പൂര് LDF വന്നാലും ശരി, UDF വന്നാലും ശരി, ഇനി ഇതല്ലാത്ത ഒരു സ്വതന്ത്രൻ വന്നാലും അവരെല്ലാവരും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരും ദേശീയവാദികളോട് എതിർത്ത് നിന്നുകൊണ്ട് പോരാടുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഹമാസിന് വേണ്ടിയിട്ട് വാഗ്ധോരണി ഉയർത്തുകയും എന്നാൽ അതോടൊപ്പം തന്നെ ഭാരതം ഒരു വലിയൊരു ഭീഷണി നേരിട്ടിരുന്ന സമയത്ത് ഭാരതത്തോടൊപ്പം നിൽക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ 26ഓളം ആളുകളെ നിഷ്കരുണം വെടിവെച്ചു കൊന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ സൈന്യം നടത്തുന്ന വലിയൊരു പോരാട്ടം, ആ പോരാട്ടത്തോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു നിലപാടാണ് സ്വരാജ് അന്നെടുത്തിരുന്നത്. നമസ്കാരം. ചേച്ചി മത്സരിച്ച പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലാണ് ഇപ്പോൾ ബൈ ഇലക്ഷൻ വന്നിരിക്കുന്നത്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് BJP-യെ സംബന്ധിച്ച്? BJP-യെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷ തന്നെയാണ്. കാരണം കഴിഞ്ഞ ഇലക്ഷനേക്കാളും വളരെ ആവേശത്തിലാണ് ഇവിടെ ആളുകൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ഒരു പ്രത്യേകത കൂടെ ഞങ്ങൾക്ക് ഇത്തവണ അവകാശപ്പെടാനുണ്ട്. അദ്ദേഹം ഒരുപാട് പേഴ്സണൽ വോട്ട്സ് അദ്ദേഹത്തിന് കാസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ BJP-യുടെ പ്രവർത്തനം കൂടെ അതിനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ മുൻപുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിനേക്കാളും വളരെയേറെ മാറ്റം നിലമ്പൂർ മണ്ഡലത്തിൽ ഇത്തവണ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടും LDF-ന്റെയും UDF-ന്റെയും പ്രീണന രാഷ്ട്രീയം കണക്കിലെടുത്തുകൊണ്ടും ഇവിടെ ഒരു ബൈ ഇലക്ഷന് ജനങ്ങളെ നിർബന്ധിതമായിട്ട് ഉന്തി തള്ളിവിട്ടിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് BJP-ക്ക് ഗുണമായിട്ട് തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടിൽ വലിയൊരു പ്രതീക്ഷ BJP വെക്കുകയാണ്. അത് പ്രധാനമായിട്ട് ഈ മുനമ്പം വിഷയമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. മുനമ്പത്തെ ജനങ്ങൾ അത്രത്തോളം വലിയ രീതിയിൽ BJP പിന്തുണച്ച് അതിൽ നിന്ന് ഒരു മോചിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ലെല്ലാം പാസ്സാക്കിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലമ്പൂരിൽ ആ ഒരു വിഷയം ഇവിടുത്തെ ക്രൈസ്തവ ജനത ഏറ്റെടുത്ത് BJP-ക്കൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മുനമ്പം വിഷയം വന്നപ്പോഴും ഈ വഖഫിന്റെ ഭൂമി തർക്കമായിട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോഴൊക്കെ തന്നെ സാധാരണക്കാരോടൊപ്പം നിന്നിട്ടുള്ളത് BJP മാത്രമാണ്. അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതിൽ സെൻട്രൽ മിനിസ്ട്രിയുടെ തന്നെ ഇടപെടൽ നടത്തിക്കൊണ്ടും ജനങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഇന്ന് ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് BJP എന്ന പാർട്ടിയിൽ മാത്രമാണ്. മറ്റ് രണ്ട് പാർട്ടികളും ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ മേഖലയിൽ ഈ ഒരു വിഷയം മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല, മറ്റ് പല സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടും ഇന്ന് ക്രൈസ്തവ മേഖലയിലുള്ള ജനങ്ങൾ പൂർണ്ണമായിട്ടും BJP-യിലേക്ക് അവരുടെ വിശ്വാസ്യത പുലർത്തുന്ന ഒരു സാഹചര്യം കടന്നു വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു C+ മണ്ഡലം എന്നുള്ള രീതിയിലേക്കാണ് നിലമ്പൂർ എപ്പോഴും കാണുന്നത്. അപ്പോൾ ഇത്തവണ അതൊരു BJP-യുടെ പുതിയൊരു സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം ഇതൊരു പരീക്ഷണമായിരിക്കില്ലേ യഥാർത്ഥത്തിൽ BJP-യെ സംബന്ധിച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത്? നിലമ്പൂരിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. BJP-യുടെ മുൻപുണ്ടായിരുന്ന ഈ വോട്ട് ടാരിഫ് നോക്കുമ്പോൾ തന്നെ എത്രത്തോളം വോട്ടുകൾ BJP-ക്ക് കാസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും ഇത്തവണ പുതിയ അധ്യക്ഷൻ വന്നു. അദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങളുടെയൊക്കെ ശരവർഷം ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് BJP ഈ ഒരു ഇലക്ഷനുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ വളരെ വലിയൊരു മുന്നേറ്റം BJP-ക്ക് ഇത്തവണ ഉണ്ടാകുമെന്നുള്ളത് സ്പഷ്ടമായിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള വിഷയം അത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അത് രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾ വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം BJP-ക്ക് ഇത്തവണ നിലമ്പൂരിൽ എന്തെങ്കിലും ഒരു ചെറിയ മുന്നേറ്റമെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ഈ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ഇവിടെ LDF മുന്നിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ വ്യക്തമായിട്ടുള്ളതാണ്. അതായത് നമ്മുടെ രാഷ്ട്രം ഒന്നാകെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ നിലപാട് വേറിട്ട ഒന്നായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും തന്നെ അഭിമാനത്തോടു കൂടെ കണ്ടിരുന്ന ആ ഒരു പദ്ധതി, ആ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്ന സമയത്ത് സ്ത്രീകളുടെ അഭിമാനം വാനോളം ഉയർന്ന സാഹചര്യത്തിലും അതിനെതിരായിട്ട് സംസാരിക്കുവാനാണ്, അല്ലെങ്കിൽ അതിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് LDF-ന്റെ സ്ഥാനാർത്ഥി സംസാരിച്ചിട്ടുള്ളത്. UDF ആണെങ്കിലും ശരി, അന്ന് നടത്തിയിരിക്കുന്ന ആ ഒരു ഓപ്പറേഷനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഇവിടെയുള്ള സാധാരണക്കാര് ഈ ഒരു സിന്ദൂർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞതിനെ നമ്മുടെ രാജ്യത്തിലെ പകുതിയോളം വരുന്ന സ്ത്രീകൾ അതിനെ മനസ്സിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂരിലെ വനിതകളും
ആ സിന്ദൂർ ഓപ്പറേഷനെ മനസ്സിലേറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഇലക്ഷനിലൂടെ നമുക്ക് വ്യക്തമാകും. ഈ പാകിസ്ഥാനെ ഒരു തിരിച്ചടി ഇന്ത്യ നൽകിയ സമയത്ത് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധത്തിലേക്കോ മറ്റൊരു പ്രശ്നങ്ങളിലേക്കോ പോകണ്ട എന്ന് പറഞ്ഞ ഈ സ്വരാജ്, ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ച ഹമാസ് ഒരിക്കലും അവർ ചെയ്യുന്നത് ഒരു തെറ്റല്ല, അവരുടെ ഒരു പോരാട്ടം മാത്രമാണെന്നുള്ള രീതിയിൽ രണ്ട് തരത്തിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായിരിക്കാം ഈ സ്വരാജ് ഇതുപോലെ നിലപാടെടുക്കാനുള്ള കാരണം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് മാത്രമാണ് അവിടെ നോക്കിയിട്ടുള്ളത്. നിലപാടുകളില്ലാതെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത്. ഹമാസിന് വേണ്ടിയിട്ട് വാഗ്ധോരണി ഉയർത്തുകയും എന്നാൽ അതോടൊപ്പം തന്നെ ഭാരതം ഒരു വലിയൊരു ഭീഷണി നേരിട്ടിരുന്ന സമയത്ത് ഭാരതത്തോടൊപ്പം നിൽക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ 26ഓളം ആളുകളെ നിഷ്കരുണം വെടിവെച്ചു കൊന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ സൈന്യം നടത്തുന്ന വലിയൊരു പോരാട്ടം, ആ പോരാട്ടത്തോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രതികരണം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു നിലപാടാണ് സ്വരാജ് അന്നെടുത്തിരുന്നത്. അത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് മാത്രം വേണ്ടിയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. ചേച്ചി, ഇപ്പോ നിലമ്പൂരിലെ BJP ഒഴികെയുള്ള പ്രത്യേകിച്ച് LDFന്റെയും UDFന്റെയും പിന്നെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന അൻവർ അടക്കം ഹമാസിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, ഒരു സംശയമില്ല. അപ്പോൾ ഇവിടുന്ന് ജയിക്കുന്ന അല്ലെങ്കിൽ ഇവരാരെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹമാസിനെ പിന്തുണക്കുന്നവർക്കുള്ള ഒരു MLA ആയി മാറാനല്ല സാധ്യത? തീർച്ചയായിട്ടും അതെ. LDF ആണെങ്കിലും UDF ആണെങ്കിലും അവരുടെ ഇത്രയും നാളത്തെ രാഷ്ട്രീയം നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഉയർത്തിയിരുന്ന മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ ഹമാസിന് അനുകൂലമായിട്ടുള്ളതായിരുന്നു, അല്ലെങ്കിൽ ദേശവിരുദ്ധ സംഘടനകളോടൊപ്പമാണ് LDFും UDFും എന്നും നിലനിന്നിട്ടുള്ളത്. അതേ ഒരു സാഹചര്യം തന്നെയായിരിക്കും നിലമ്പൂര് LDF വന്നാലും ശരി, UDF വന്നാലും ശരി, ഇനി ഇതല്ലാത്തൊരു സ്വതന്ത്രൻ വന്നാലും അവരെല്ലാവരും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരും ദേശീയവാദികളോട് എതിർത്ത് നിന്നുകൊണ്ട് പോരാടുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് അത് പരമ്പരാഗതമായിട്ട് LDFനും UDFനും കൃത്യമായിട്ട് വിഭജിച്ച് പോരുന്നു. പ്രത്യേകിച്ച് UDF അത് വലിയ രീതിയിൽ നേടിയിരുന്നതുമാണ്. പക്ഷെ ഇത്തവണ BJP ക്രിസ്ത്യൻ വോട്ടുകളിൽ കൃത്യമായിട്ട് കണ്ണുവെക്കുമ്പോൾ സഭാ നേതൃത്വത്തിന്റെ എല്ലാം നിലപാടുകൾ അത് BJPക്ക് അനുകൂലം തന്നെയാണ് ഇവിടെ. ഇത്തവണ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻജി, ഷോൺ ജോർജ്, ജിജി ജോസഫ് തുടങ്ങിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ നിലമ്പൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇലക്ഷൻ വർക്കിന് മുൻകൈ എടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരുടെ നേതൃത്വത്തിൽ പള്ളികളിലും ക്രിസ്ത്യൻ മേഖലയിൽപ്പെട്ടിട്ടുള്ള പുരോഹിതന്മാരെയൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ഇന്ന് BJPക്ക് നേരെ അവരെടുത്തിരിക്കുന്നത്. ഇത്തരം ആളുകൾ സന്ദർശന സമയത്ത് തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാവി, നിലമ്പൂരിന്റെ ഭാവി BJPയോടൊപ്പമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ആ ക്രിസ്തീയ വിഭാഗം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവസാനമായിട്ട് സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് എത്തിയിരുന്നു, ഒരു ദിവസം കൺവെൻഷൻ എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വരവ്, പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ, തൃശ്ശൂർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം നിലമ്പൂരിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ BJP വിജയിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും പ്രവർത്തനം എന്നുള്ളത് നിലമ്പൂരിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രചരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇന്നലെ മെനഞ്ഞാന്ന് നടന്നിരുന്ന ഇലക്ഷൻ കൺവെൻഷൻ അത് ഉദ്ഘാടനം ചെയ്തത് ശ്രീ സുരേഷ് ഗോപി MP ആയിരുന്നു. അതേ ഭാഗത്ത് തന്നെയാണ് LDFന്റെയും UDFന്റെയും കൺവെൻഷനുകൾ നടന്നിട്ടുള്ളത്. എന്നാൽ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ നോക്കുമ്പോൾ BJPക്ക് മുൻപെങ്ങും ഇല്ലാതിരുന്ന ഒരു പിന്തുണ മറ്റു പാർട്ടികളിലൊക്കെ ഇലക്ഷൻ കൺവെൻഷനുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിലൊന്നും ജനങ്ങളുടെ പിന്തുണ പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇലക്ഷൻ കൺവെൻഷൻ എന്ന് പറയുന്നത് തന്നെ ഗംഭീര വിജയമായിരുന്നു നിലമ്പൂരിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം. ശ്രീ സുരേഷ് ഗോപി എന്ന് പറയുന്നത് BJPയുടെ ഒരു മെസ്സേജ് തന്നെയാണ്. അദ്ദേഹം തൃശ്ശൂര് MP ആയിട്ട് വിജയിച്ച് കയറിയത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ്. ആ പ്രവർത്തന മികവ് ഈ നിലമ്പൂരും നിലനിർത്തുമെന്നുള്ളതും, അത് കൂടാതെ അദ്ദേഹം കൺവെൻഷന് നൽകിയിരുന്ന ഒരു ഉറപ്പ്, ഒരു ഗവൺമെന്റ് കോളേജ് ഒരു നിലം തൊടാതെ ഈ ഒരു മലപ്പുറം മണ്ഡലത്തില് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു സൂചിപ്പിച്ചുകൊണ്ടും, മോഹൻ ജോർജ് വിജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തന്നെ ആ വികസന പ്രവർത്തനം ഈ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ് MP ഇവിടെ നിന്ന് പോയിട്ടുള്ളത്.